ഉമ്മൻചാണ്ടി രാജിവെക്കാൻ വിസമ്മതിക്കുന്നത് ജയിലിനെ ഭയന്നാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. നിയമവാഴ്ചയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും കോടിയേരി. തൃപ്രയാർ ഏകാദശിക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഈ മാസം 29-നാണ് ഏകാദശി. ജില്ലാ റൂറൽ എസ് പി അജിത ബീഗം നാട്ടിക AKG കോളനിയിൽ സന്ദർശനം നടത്തി. കോളനിക്കാരുടെ പരാതികളിൽ ഉടൻ നടപടി സ്വീകരിക്കുവാൻ SP നിർദ്ദേശം നൽകി. താൽക്കാലികമായി നിർത്തിവെച്ച തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള വെള്ളി ശനി ദിവസങ്ങളിൽ പുനരാരംഭിക്കാൻ ധാരണ. ഡെപ്യൂട്ടി ഡയറക്ടറുമായി കായിക അധ്യാപക സംഘടനാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. താൽക്കാലികമായി നിർത്തിവെച്ച തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള വെള്ളി ശനി ദിവസങ്ങളിൽ പുനരാരംഭിക്കാൻ ധാരണ. ഡെപ്യൂട്ടി ഡയറക്ടറായി കായിക അധ്യാപക സംഘടനാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ചാലക്കുടിയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കായിക അധ്യാപകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബുധനാഴ്ച ഉച്ചയോടെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. സ്കൂളിൽ ജോലി ചെയ്യുന്ന കായിക അധ്യാപകർ 2-ലധികം സ്കൂളുകളിൽ കൂടി ജോലി ചെയ്യണമെന്ന സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് കായിക അധ്യാപകർ മേള ബഹിഷ്കരിച്ചത്. അധ്യാപകർ പണിമുടക്കിയതോടെ ബുധനാഴ്ച ഉച്ച മുതലുള്ള മത്സരങ്ങൾ നിർത്തിവച്ചിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായി കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ പിന്നീട് നടത്തിയ ചർച്ചയിലാണ് കായികമേള തുടരാൻ തീരുമാനമായത്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളിലും കൂടുതൽ പീരീഡുകളുള്ള അധ്യാപകരെ പുതിയ ഉത്തരവിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും കൂടുതൽ ചർച്ചകൾ നടത്തിയതിനു ശേഷമേ മറ്റു നടപടികൾ ഉണ്ടാകൂവെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ PN വത്സല ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് ഇടയ്ക്ക് വച്ച് കായികമേള നിർത്തേണ്ടതില്ലെന്ന് സംഘടനാ പ്രതിനിധികൾ തീരുമാനിച്ചത്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ സീനിയർ ആൺകുട്ടികളുടെ ലോങ് ജമ്പിൽ ചേർപ്പ് ഉപജില്ലയിലെ NV വിഷ്ണു 1-ാം സ്ഥാനം നേടി. ചാവക്കാട് ഉപജില്ലയിലെ PA അജ്മലാണ് 2-ാം സ്ഥാനത്ത്. സീനിയർ ആൺകുട്ടികളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ അളഗപ്പനഗർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിഷ്ണു പ്രസാദ് 1-ാം സ്ഥാനം നേടി. സീനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ നാട്ടിക ഫിഷറീസ് GFS HSലെ PM അഞ്ജനയ്ക്ക് 1-ാം സ്ഥാനവും കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് DHSലെ ദേവിക വിജയന് 2-ാം സ്ഥാനവും ലഭിച്ചു. ജൂനിയർ പെൺകുട്ടികളുടെ 1500 മീറ്ററിൽ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ VD അഞ്ജലി 1-ാം സ്ഥാനവും നാട്ടിക ഈസ്റ്റ് UP സ്കൂളിലെ PS സൂര്യ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ സ്കൂൾ കായികമേളയിൽ പരിക്കുമായി വന്നവർക്ക് ആയുർവേദ ചികിത്സയുമായി സ്പോർട്സ് ആയുർവേദ നടത്തിയ പ്രവർത്തനം ശ്രദ്ധേയമായി. ഏതാനും ദിവസങ്ങളായി ജില്ലാ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ പൊയ്യ AKHSലെ രോഹിണിയെ ചാലക്കുടിയിലെ പ്രഥമ ശുശ്രൂഷ സ്ഥലത്തും വച്ച് ഉഴിച്ചിൽ നടത്തിയാണ് മത്സരത്തിനിറക്കിയത്. നിരവധി കായിക താരങ്ങളാണ് ഈ കേന്ദ്രത്തിലെത്തി പ്രഥമ ചികിത്സ നേടിയത്. കാൽനൂറ്റാണ്ടിനുശേഷം ചാവക്കാട് പുത്തൻകടപ്പുറം ഫിഷറീസ് സ്കൂളിന് ജില്ലാ കായികമേളയിൽ ആദ്യമായി സമ്മാനം ലഭിച്ചു. ജൂനിയർ വിഭാഗം 1500 മീറ്റർ ഓട്ടത്തിലാണ് ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിലെ CM റഹീമിന് 1-ാം സ്ഥാനം ലഭിച്ചത്. ഈ സ്കൂളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി മാത്രമാണ് പങ്കെടുക്കുന്നത്. സ്വന്തമായി ഗ്രൗണ്ടോ സൗകര്യങ്ങളോ ഇല്ലാത്ത സ്കൂളാണ് പുത്തൻകടപ്പുറം ഫിഷറീസ് സ്കൂൾ. ഈ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കായിക അധ്യാപകരായ KG രജീഷിന്റെ കഠിന പരിശീലനത്തിനൊടുവിലാണ് സ്കൂളിന് ജില്ലാതലത്തിൽ സമ്മാനം ലഭിക്കുന്നത്. നിർധന വിദ്യാർത്ഥിയായ CM റഹീമിലൂടെ ലഭിച്ച സമ്മാനം സ്കൂളിന് അഭിമാനമായി. അന്ധനായ മുഹമ്മദ് ഉണ്ണിയുടെയും അസ്മാബിയുടെയും 2ാമത്തെ മകനാണ് റഹീം. ബ്രഹ്മക്കുളത്ത് വീണ്ടും സംഘർഷം. മാരകായുധങ്ങളുമായി എത്തിയ സംഘം RSS പ്രവർത്തകനെ വീട്ടിൽ കയറി മർദ്ദിച്ചു. അക്രമികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വലൂർപ്പടി സ്വദേശി കാക്കപ്പറമ്പത്ത് വീട്ടിൽ വിബീഷിനാണ് മർദ്ദനമേറ്റത്. ബുധനാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. ഓട്ടോ ഡ്രൈവറായ വിബീഷ് ബ്രഹ്മകുളം മില്ലുംപടിയിലുള്ള അമ്മാവന്റെ വീട്ടിലാണ് താമസം. ഇവിടെ വന്ന് വിളിച്ചിറക്കിയ 4 പേരാണ് മർദ്ദിച്ചതെന്ന് വിബീഷ് പറഞ്ഞു. തലയ്ക്കടിയേറ്റ വിബീഷിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 CPM പ്രവർത്തകരായ നെന്മിനി പയ്യപ്പാട്ട് വീട്ടിൽ ലിബിൻ, ചൊവ്വലൂർപ്പടി സ്വദേശികളായ അരീക്കര വീട്ടിൽ രഞ്ജിത്ത്, കൊഴക്കി അഖിൽ എന്നിവരെയാണ് ഗുരുവായൂർ SI M ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ബ്രഹ്മകുളം മേഖലയിൽ CPM-RSS സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമെന്നോണം കഴിഞ്ഞ ദിവസം CPM പ്രവർത്തകനായ വാർത്തകൾ തുടരുന്നു. ജില്ലാ റൂറൽ SP അജിത ബീഗം നാട്ടിക AKG കോളനിയിൽ സന്ദർശനം നടത്തി. കോളനിയിലെ വീട്ടുകാരിൽ നിന്നുള്ള പരാതികൾക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കുകയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. കോളനിയിൽ നടപടിയില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന 7 കുടുംബങ്ങളുടെ പരാതിയാണ് ആദ്യം സ്വീകരിച്ചത്. പരാതികളിൽ ഉടൻ നടപടി സ്വീകരിക്കുവാൻ വലപ്പാട് CI KT സലിൽകുമാർ, SI TB രാമനാഥൻ എന്നിവർക്ക് SP നിർദ്ദേശം നൽകി. നടപടികളുടെ ഭാഗമായി വ്യാഴാഴ്ച വലപ്പാട് CI ഓഫീസിൽ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയുടെ ഭാഗമായി ആധുനിക രീതിയിലുള്ള ബാഗേജ് സ്കാനർ സ്ഥാപിച്ചു. കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപത്തിനു സമീപം ദർശനത്തിനുള്ള വരി തുടങ്ങുന്ന സ്ഥലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യത്തെ സ്കാനർ സ്ഥാപിച്ചത്. വ്യാഴാഴ്ച പോലീസുകാർക്ക് സ്കാനർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിശീലനം നൽകും. ക്ഷേത്ര സുരക്ഷയുടെ ഭാഗമായി പ്രവേശന കവാടങ്ങളിലെല്ലാം സ്കാനറുകൾ സ്ഥാപിക്കണമെന്ന് ഇന്റലിജൻസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുൻപായി ആദ്യ സ്കാനർ സ്ഥാപിച്ചത്. പുന്നയൂർകുളത്ത് മതപ്രഭാഷണം നടക്കുന്ന വേദിയിൽ പോലീസ് എത്തി മൈക്ക് സെറ്റ് ഓഫാക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസും നാട്ടുകാരും തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിനിടയിൽ കല്ലേറുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി. സംഘർഷത്തിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. പുന്നയൂർകുളം കോറോത്തയിൽ മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദീനി ദുവാ സംഗമത്തിന്റെ അവസാന ദിവസമായ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. രാത്രി 10 മണിവരെ മാത്രമേ മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കുവാൻ അനുമതിയുള്ളൂ എന്ന് പറഞ്ഞ് പോലീസുകാർ ഫ്യൂസ് ഊരിമാറ്റിയതോടെയാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOമാരായ സജി വർഗീസ്, ജോർജ് എന്നിവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂച്ച മാന്തിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചുമട്ടുതൊഴിലാളി മരിച്ചു. ഗുരുവായൂർ മാണിക്കത്തുപടിയിൽ കറുത്തവക വീട്ടിൽ 43 വയസ്സുള്ള രാജനാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് രാജനെ പൂച്ച മാന്തിയത്. 2 ദിവസം മുൻപ് പനിയും വിറയലും കണ്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവന് അയിത്തം കൽപ്പിച്ചെന്നാരോപിച്ച് SNDP യോഗം നാട്ടിക യൂണിയൻ ഞായറാഴ്ച മാർച്ചും ധർണയും നടത്തും. രാവിലെ 10-ന് SNDP നാട്ടിക യൂണിയൻ ഓഫീസിന് മുൻപിൽ നിന്നാണ് ആരംഭിക്കുക. ഇതിന്റെ ഭാഗമായി തൃപ്രയാറിൽ ചേർന്ന SNDP നാട്ടിക യൂണിയൻ, യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം ഭാരവാഹികളുടെ സംയുക്ത യോഗം ശിവഗിരി മഠത്തിലെ ശുഭാകാനന്ദ സ്വാമി ഉദ്ഘാടനം ചെയ്തു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായിരുന്നു. തളിക്കുളം കേന്ദ്രമാക്കി കാരുണ്യ സേവാ ട്രസ്റ്റ് സംസ്ഥാന തലത്തിൽ രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9:30-ന് ഗീതാ ഗോപി MLA ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. അമ്മമാർക്ക് കൈത്താങ്ങ് സഹായ വിതരണം PA മാധവൻ MLAയും മെമ്പർഷിപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാറും നിർവഹിക്കും. തളിക്കുളം CMS സ്കൂളിലേക്കുള്ള പ്രിന്റർ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം, വിധവകൾക്ക് സാമ്പത്തിക സഹായം എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്യും. ട്രസ്റ്റ് ചെയർമാൻ MK ബാബുരാജ്, KS ധർമ്മൻ, PS സജിത്, CV പ്രവീഷ് ലാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊലുസിട്ട കാലുകളിൽ ശക്തിയും ആത്മവിശ്വാസവും ആർജിച്ച പെൺകരുത്തിന്റെ പുതുതലമുറ വിദ്യാലയങ്ങളിൽ ആവേശമാകുന്നു. കൊറിയൻ ആയോധന കലയായ തായ്ക്കൊണ്ടോ പരിശീലിച്ച് അതിശയിപ്പിക്കുന്ന വേഗത്തിൽ കാലുകൾ കൊണ്ടുള്ള അഭ്യാസ പ്രകടനത്തിലൂടെ പ്രതിരോധത്തിന്റെ ഊർജം ശരീരത്തിലും മനസ്സിലും നിറയ്ക്കുകയാണ് പെൺകുരുന്നുകൾ. അഭ്യസിക്കുന്നതിലൂടെ ആർജിച്ചെടുക്കുന്ന ആത്മവിശ്വാസം വർത്തമാനകാല സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് സ്വയരക്ഷയ്ക്ക് ഉപകരിക്കുമെന്ന് രക്ഷിതാക്കളും തിരിച്ചറിഞ്ഞതോടെ തായ്ക്വാണ്ടയ്ക്ക് സ്വീകാര്യത ഏറിവരികയാണ്. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ തായ്ക്വാണ്ടയിൽ മികച്ച പ്രകടനം നടത്തുന്ന കുട്ടികളുടെ പ്രകടനം കഴിഞ്ഞ ദിവസം നടന്നു. 6ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ PV ലക്ഷ്മി, CV ദുർക്ഷ എന്നിവരാണ് അഭ്യാസ പ്രകടനം നടത്തിയത്. സബ് ജൂനിയർ വിഭാഗത്തിൽ 2 തവണ ജില്ലാ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ ഇവർ വരുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കൊടകര പഞ്ചായത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയിൽ മനക്കുളങ്ങര വാർഡിലെ 2 അംഗൻവാടി ക്ഷേമസമിതികളും സ്കൂൾ PTA-യും ചേർന്നാണ് ഇവിടെ തായ്ക്വാണ്ട പരിശീലനം നൽകുന്നത്. വാർഡംഗം KV അമ്പിളി, അംഗൻവാടി അധ്യാപികയായ KS രംഭ എന്നിവരാണ്
നേതൃത്വം നൽകുന്നത്. വിവിധ ക്ലാസുകളിലെ 23 കുട്ടികൾ ഇവിടെ തായ്ക്വോണ്ടോ അഭ്യസിക്കുന്നുണ്ട്. പൊന്നിയൂർക്കുളം സ്വദേശിയായ ബഷീർ താമരത്താണ് പരിശീലകൻ. മിന്നൽ വേഗത്തിൽ കാലുകൾ കൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കുന്ന ആയോധന മുറകളാണ് തായ്ക്വോണ്ടോയിൽ പഠിപ്പിക്കുന്നതെന്ന് ദേശീയ മത്സരങ്ങളിലെ റഫറി കൂടിയായ ബഷീർ താമരത്ത് പറഞ്ഞു. ഇന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു കൊറിയൻ കായിക കലയാണ് തായ്ക്വോണ്ടോ. കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലും ഉയരത്തിലും ചെയ്യുന്ന പ്രയോഗങ്ങളാണ് തായ്ക്വോണ്ടോയെ മറ്റ് ആയോധന കലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സ്വയം പരിരക്ഷയ്ക്കുള്ള സ്വന്തം കഴിവിൻ്റെ വികാസം എന്നതിലുപരി ഒരു ജീവിതചര്യ കൂടിയാണ് തായ്ക്വോണ്ടോ. പൊതുസമൂഹത്തിൽ തങ്ങൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്ക് തടയിടാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന സാമൂഹിക ഇടപെടൽ കൂടിയാണ് ഈ പരിശീലന പദ്ധതി. തിരുവനന്തപുരത്തെ തൈക്കാട് ആസ്ഥാനമായുള്ള തായ്ക്വോണ്ടോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ പരിശീലന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. തായ്ക്വോണ്ടോ അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ചാമ്പ്യൻഷിപ്പുകളും നടത്തിവരുന്നു. സ്കൂൾ ഗെയിംസ്, റൂറൽ പൈക്ക മത്സരങ്ങളും തായ്ക്വോണ്ടോ ഇനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. ശിശുദിനത്തോടനുബന്ധിച്ച് ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി വടക്കാഞ്ചേരി ക്ലേലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ മാതൃകയായി. വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക കൊണ്ടാണ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് PS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കാരുണ്യ ട്രസ്റ്റ് ചെയർമാൻ VV ഫ്രാൻസിസ്, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ വിമല, സ്കൂൾ മാനേജർ സിസ്റ്റർ ലിസി, PTA പ്രസിഡന്റ് KB സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമാവ് കരുവന്തല SC കോളനിയിൽ പുതിയ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പട്ടികജാതി ഫണ്ടിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് കോളനി നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA സത്യൻ അധ്യക്ഷനായിരുന്നു. ചേലക്കര തോന്നൂർക്കര വളവിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി സ്വദേശി രമേഷിനെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിന് കീഴിലുള്ള സാൻ ജോസ് ആശുപത്രിയിൽ ആശുപത്രി ദിനം ആഘോഷിച്ചു. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ നോബി അമ്പൂക്കൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി NM ആന്റണി അധ്യക്ഷനായിരുന്നു. സിസ്റ്റർ അനീറ്റ കല്ലിവളപ്പിൽ, ജോസഫ് ബെന്നി, VT ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനാഥത്വത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കരവലയത്തിലെത്തിയ ചൂലൂർ ബാലികാ സദനത്തിലെ പെൺകുട്ടിക്ക് ഇനി മംഗല്യഭാഗ്യവും. വളയണിഞ്ഞ കൈകളിൽ ജീവിത സുരക്ഷിതത്വം സമ്മാനിച്ച ബാലികാ സദനത്തിനൊപ്പം സുമനസ്സുകളും ആഹ്ലാദത്തിലാണ്. അശരണരായ പെൺകുട്ടികൾക്ക് ആശ്രയമായ ബാലികാ സദനത്തിൽ ആദ്യമായാണ് ഒരു വിവാഹം നടക്കുന്നത്. 2007 ഒക്ടോബർ 20-നാണ് യോഗിനി മാത സേവാ കേന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ബാലികാ സദനം സ്ഥാപിക്കുന്നത്. തുടക്കത്തിൽ ബാലികാ സദനം 5 പെൺകുട്ടികളെയാണ് സ്വന്തമാക്കിയത്. ഇതിൽ വിനീത എന്ന പെൺകുട്ടിയുടെ വിവാഹമാണ് ശിശുദിനത്തിൽ നടക്കുക. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് സ്വദേശി പരേതരായ വിദ്യാസാഗർ നിർമ്മല ദമ്പതികളുടെ 2 പെൺമക്കളിൽ മൂത്ത മകളാണ് വിനീത. നന്നേ ചെറുപ്പത്തിൽ അമ്മയുടെ മരണത്തിന് പിന്നാലെ അച്ഛന്റെ ദുരന്തപൂർണമായ വേർപാടും ഈ കുട്ടികളെ തനിച്ചാക്കി. ദുരന്ത വാർത്തയറിഞ്ഞ ബാലികാ സദനം വിനീതയെ ഏറ്റെടുക്കുകയായിരുന്നു. അനുജത്തി മായന്നൂരിൽ പ്രവർത്തിക്കുന്ന തണലിലാണ് കഴിയുന്നത്. അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി നോക്കുന്ന കേച്ചേരി സ്വദേശി ഇയാൾ വീട്ടിൽ വിജയരാജിനെയാണ് വിനീതയ്ക്കായി ബാലികാ സദനം കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 10-നും 10:45-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ ബാലികാ സദനത്തിൽ വിനീത മംഗല്യവതിയാകും. ആർഭാടമില്ലാതെ നടത്തുന്ന വിവാഹ ചടങ്ങിനും വിവാഹ സദ്യയ്ക്കുമായി 4000-ഓളം പേരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ബാലികാ സദനത്തിൽ ഇപ്പോൾ 48 പെൺകുട്ടികളാണുള്ളത്. വിനീതയ്ക്കൊപ്പം അവരും ഏറെ ആഹ്ലാദത്തിലാണ്. BA സോഷ്യോളജി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് വിനീത. 40 അമ്മമാർക്കായി ഒരു മാതൃമന്ദിരം സ്ഥാപിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് ബാലികാ സദനം ഭാരവാഹികളും ഇവിടുത്തെ പെൺമക്കളും പറയുന്നു. അതിനാൽ മാതൃമന്ദിരത്തിലൂടെ അമ്മയ്ക്കൊരു മകൾ, മകൾക്കൊരമ്മ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് ബാലികാ സദനവും പെൺമക്കളും. TCV ന്യൂസ്, തൃപ്രയാർ.
കുന്നംകുളം നഗരസഭാ പരിധിയിലെ നികുതി പരിഷ്കരണത്തിന് മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തണമെന്ന അജണ്ടയിൽ കൌൺസിൽ യോഗത്തിൽ ഭിന്നിപ്പ്. സിപിഎമ്മും ബിജെപിയും കോൺഗ്രസിലെ ഒരു വിഭാഗവും നിർദ്ദേശത്തെ എതിർത്തതോടെ മുൻകാല പ്രാബല്യം ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിച്ചു. നഗരസഭയിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്മിത ജിന്നി ആരോപിച്ചു. നഗരസഭയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്കും 2 പെൻഷൻ വാങ്ങുന്നവരും ഉണ്ടെന്ന് സ്മിത പറഞ്ഞു. നഗരസഭയിലെ കുടിവെള്ള പദ്ധതികളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ പ്രതിപക്ഷ നേതാവ് കെ.ബി. ഷിബു ചോദ്യം ചെയ്തു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഭരണമാണ് നടക്കുന്നതെന്ന് ഷിബു വ്യക്തമാക്കി. വൈസ് ചെയർപേഴ്സൺ സാറാമ്മ മാത്തപ്പൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. പുന്നയൂർകുളത്ത് സംഘർഷത്തിനിടവരുത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എ. ആവശ്യപ്പെട്ടു. മതപ്രഭാഷണത്തിനിടെ സംഘർഷമുണ്ടായ പുന്നയൂർകുളം മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ പോലീസ് നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാട്ടുകാർ സംഘടിച്ച് ഇതിനെ നേരിടുമെന്നും എം.എൽ.എ. പറഞ്ഞു. ഇതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് മതപ്രഭാഷണത്തിനിടെ സംഘർഷമുണ്ടാകാൻ കാരണമെന്ന് കോറോത്തയിൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ പുന്നയൂർകുളത്ത് അറിയിച്ചു. പോലീസിന്റെ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയവർക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വേലുപ്പാടം തീർത്ഥകേന്ദ്രത്തിൽ യൗസേ പിതാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠാ കർമ്മം നടത്തി. നസ്രത്തിലെ യൗസേ പിതാവിന്റെ പണിശാലയിൽ നിന്ന് കൊണ്ടുവന്ന തിരുശേഷിപ്പ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ദേവാലയത്തിലേക്ക് എത്തിച്ചത്. അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. തുടർന്ന് തിരുശേഷിപ്പ് ആശീർവാദം, തിരുശേഷിപ്പ് വണക്കം, നേർച്ച ഭക്ഷണ വിതരണം എന്നിവ നടന്നു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ സമ്മേളനവും ഉപഭോക്തൃ നിയമ ബോധവൽക്കരണ സെമിനാറും ഞായറാഴ്ച രാവിലെ 10 മുതൽ ചേർപ്പ് പെരുമ്പിളിശ്ശേരി എഴുത്തച്ഛൻ സമാജം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് തോമസ് കുര്യൻ വിഷയാവതരണം നടത്തും. ജില്ലാ പ്രസിഡന്റ് ടി.എൻ. നമ്പീശൻ, വൈസ് പ്രസിഡന്റ് കെ. സേതുമാധവൻ, തലപ്പിള്ളി താലൂക്ക് സെക്രട്ടറി കെ.എച്ച്. സിദ്ദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം മേഖലയിലെ വിവിധ സ്കൂളുകളിൽ റാലികളും ബോധവൽക്കരണ പരിപാടികളും പ്രതിജ്ഞയും നടന്നു. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി അഡീഷണൽ എസ്.ഐ. എ.കെ. ഋഷികേശൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് ഒ.ഐ.സി.ക്ക് പ്ലക്കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. ശാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ ഡയറക്ടർ ഉമാ പ്രേമൻ ആമുഖ പ്രഭാഷണം നടത്തി. ട്രാഫിക് എസ്.ഐ. വി. ഹരിദാസ് സ്കൂളുകൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച സൗജന്യ രോഗനിർണയ ക്യാമ്പ്, ജവഹർ സ്റ്റേഡിയത്തിൽ നിന്ന് ബോധവൽക്കരണ സന്ദേശ പ്രചാരണം, കൂട്ടനടത്തം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മഴപ്പൊലിമ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പഞ്ചായത്തിന് സമർപ്പിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തും മഴവെള്ള സംരക്ഷണ ജില്ലാ മിഷനും ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളും സംയുക്തമായാണ് പഞ്ചായത്തിൽ സമ്പൂർണ്ണ മഴപ്പൊലിമ പദ്ധതി നടപ്പിലാക്കുന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ സി.വി. ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി.എ. രാജനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മഴവെള്ള സംരക്ഷണ ജില്ലാ മിഷൻ ഡയറക്ടർ ഡോക്ടർ ജോസ് റാഫേൽ, ജനപ്രതിനിധികളായ ഉഷ വിജയൻ, കെ. ജയ്പാൽ, ടി.സി. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവേഗപ്പുറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാസം 13 മുതൽ 15 വരെ നടക്കുന്ന 4ാമത് ശ്രീമദ് ഭാഗവത സത്രവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ഗുരുവായൂരിൽ യാത്രയയപ്പ് നൽകി. തിരുവേഗപ്പുറ ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എൻ.എൻ. ദേവൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്ന് വിഗ്രഹം ഏറ്റുവാങ്ങി. ആചാര്യ സി.പി. നായർ, സജീവൻ നമ്പിയത്ത്, എം.കെ. കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലം സംയുക്ത കൺവെൻഷൻ സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പി. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. റഫീഖ്, വി.ഇ. ധർമ്മപാലൻ, സി.സി. അനിത തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തുന്ന വടക്കൻ മേഖല വാഹന പ്രചാരണ ജാഥയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് കെ. എ. മാധവൻ അധ്യക്ഷത വഹിച്ചു. പി. എ. മോഹനൻ, ആർ. സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മേഖലയിൽ കള്ള ടാക്സികൾ പെരുകുന്നതായി പരാതി. ശബരിമല സീസൺ മുന്നിൽ കണ്ടാണ് കള്ള ടാക്സികൾ വ്യാപകമായിട്ടുള്ളത്.
ടാക്സി വാഹനങ്ങൾ വാങ്ങുന്ന വാടകയേക്കാൾ കുറച്ച് സംഖ്യ വാങ്ങിയാണ് കള്ള ടാക്സികൾ ഓടുന്നത്. ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവ അടച്ച് നിയമാനുസൃതമായി സർവീസ് നടത്തുന്ന ടാക്സി സംവിധാനത്തെ തകിടം മറിക്കുന്നതാണ് കള്ള ടാക്സികളുടെ കടന്നുവരവെന്ന് ഡ്രൈവർമാർ പറയുന്നു. കുന്നംകുളം ടാക്സി പാർക്കിലെ 29ഓളം വാഹനങ്ങൾ കള്ള ടാക്സിയുടെ നിയമലംഘനം മൂലം ദുരിതത്തിലായിരിക്കുകയാണെന്ന് ഡ്രൈവർമാർ പറഞ്ഞു. അശരണർക്കും രോഗാതുരർക്കും ആശ്വാസം നൽകുന്നതിനായി കുരുന്നിളം കൈകൾ രുചിക്കൂട്ടൊരുക്കിയത് ശ്രദ്ധേയമായി. എയ്യാൾ നിർമ്മലമാത സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചത്. എയ്യാൽ നിർമ്മലമാത സ്കൂളിലെ ഭക്ഷ്യമേളയ്ക്കെത്തിയവർ മസാല ദോശ മുതൽ മുളങ്കുറ്റി ബിരിയാണി വരെ കഴിച്ച് സംതൃപ്തരായാണ് മടങ്ങിയത്. സ്വാദിഷ്ടമായ വിഭവങ്ങൾക്കായി ഇവർക്ക് വന്ന ചിലവ് 100 രൂപ മാത്രം. ഇഷ്ടവിഭവങ്ങൾ കഴിച്ച് വയർ നിറച്ചതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ അവസരം ലഭിച്ചതിൽ മനസ്സും നിറഞ്ഞുവെന്ന് ഭക്ഷ്യമേളയ്ക്കെത്തിയവർ അഭിപ്രായപ്പെടുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ 25ൽ പരം വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ ഭക്ഷ്യമേളയ്ക്ക് തയ്യാറാക്കിയത്. 6 തരം കോഴി ബിരിയാണി, മസാല ദോശ ഉൾപ്പെടെയുള്ള വിവിധ തരം ദോശകൾ, കപ്പയും നാടൻ മീൻകറിയും, പലതരം പുട്ടുകൾ, വെജിറ്റേറിയൻ ഫുഡുകൾ, മത്സ്യമാംസ ഡിഷുകൾ തുടങ്ങി കൊതിയൂറുന്ന വിഭവങ്ങളാണ് കുട്ടികൾ രുചി വൈവിധ്യങ്ങൾ തേടുന്നവരെ ആകർഷിക്കാൻ ഒരുക്കിയിരുന്നത്. ഇതിൽ മുളങ്കുറ്റി ബിരിയാണിക്കാണ് ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്നത്. 3000-ലധികം പേർ ഭക്ഷ്യമേളയ്ക്കെത്തിയിരുന്നു. പിരിഞ്ഞുകിട്ടിയ പണത്തിൽ നിന്ന് 25,000 രൂപ വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനായി കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന് കൈമാറി. ബാബു എം പാലുശ്ശേരി MLA ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മൽ റാണി പ്രൊവിൻഷ്യൽ മദർ ലിറ്റിൽ മരിയ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസ മരിയ, മാനേജർ സിസ്റ്റർ ഗ്രിഗോറിയ, PTA പ്രസിഡന്റ് സേവ്യർ കുന്നത്ത്, സ്കൂൾ ലീഡർ അവിൻ സേവ്യർ, കൺവീനർ ലിജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേരള സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കോൾ നിലങ്ങളിൽ നിക്ഷേപിച്ച മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ചേർപ്പ് ജൂബിലി പാടശേഖരത്തിലെ മണലേപ്പാടത്ത് നടന്നു. സമിതി പ്രസിഡന്റ് KK കൊച്ചു മുഹമ്മദ്, സമിതി അംഗം മജീദ് മുത്തുള്ളിയാൽ, ചേർപ്പ് പഞ്ചായത്ത് ഫിഷറീസ് കോർഡിനേറ്റർ കൃഷ്ണൻകുട്ടി എട്ടുമന തുടങ്ങിയവർ സംബന്ധിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നു. 1,37,00,000 രൂപ ചെലവിൽ പുതുക്കിപ്പണിയുന്ന പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കൊടകര വെള്ളിക്കുളങ്ങര റോഡിലുള്ള കുഴിക്കാണി പാലം കാലപ്പഴക്കം മൂലം ദുർബലാവസ്ഥയിലാണ്. ഇതേ തുടർന്നാണ് പാലം പുനർനിർമ്മിക്കുന്നത്. ഗുരുവായൂരിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ ട്രേഡേഴ്സ് കൾച്ചറൽ സെന്റർ പുറത്തിറക്കിയ ഇടം എന്ന ദ്വൈമാസികയുടെ പ്രകാശനം KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. P രാധാകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് PI ആൻഡോ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യ അതിഥിയായിരുന്നു. എറവക്കാട് OMS LP സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി റാലി നടത്തി. സ്കൂൾ ലീഡർ ആഗ്ന മരിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഓടമഹാസഭ സെക്രട്ടറി CK ചാമിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകളും തൊപ്പികളും പ്രദർശിപ്പിച്ചു. ചേർപ്പ് ഹെർബർട്ട് കനാലിൽ നിർമ്മിച്ച താൽക്കാലിക മരപ്പാലം തകർന്നു. ഇതുമൂലം ഈ വഴി പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വളപ്പിൽ നടത്തുന്ന ശൈത്യകാല പച്ചക്കറി കൃഷിയായ ഹരിത ജ്യോതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. SC ജില്ലാ ഓഫീസർ അബ്ദുൾ സത്താർ, സ്കൂൾ സൂപ്രണ്ട് ജോസഫ് ജോൺ, കൃഷി ഓഫീസർ V സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. സോളാർ കേസിലെ മുഖ്യകണ്ണിയായ സരിത നായരുടെ മൊഴി അട്ടിമറിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നുവെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് ആമ്പല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നുള്ള മാലിന്യം സംഭരിച്ചതിന്റെ പേരിൽ അണ്ണല്ലൂരിലെ എല്ലുപൊടി കമ്പനി കൃപയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകി. ഇതേ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചൂരൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ വിനീതയ്ക്കായുള്ള വിവാഹ പുടവ MSF ബാലവേദി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി സമ്മാനിച്ചു.
MSF ബാലവേദിക്കു വേണ്ടി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA മുഹമ്മദ് റഷീദ് വിവാഹപ്പുടവ വിനീതയ്ക്ക് നൽകി. മുത്തർത്തിക്കര 14-ാം വാർഡിൽ തെരുവുവിളക്കുകൾ 10 മാസമായി കത്താത്തതിനെതിരെ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം NR റോഷൻ, രാജേഷ് പൊറ്റയ്ക്കൽ, KP അനൂപ് എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂരിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്കെത്തിയവരെ പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചതായി പരാതി. 7-ാം വാർഡിൽ ജോലിക്കെത്തിയ 17 സ്ത്രീകളെയാണ് ഹാജർ രേഖപ്പെടുത്തിയ ശേഷം ഇരിങ്ങാലക്കുടയിൽ നടന്ന LDF ജാഥ സ്വീകരണ ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ ഒറ്റാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ നടന്നുവെന്ന് പറയപ്പെടുന്ന കല്ലേറ് സംഭവത്തിലെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് അടുത്തുവരുന്ന LDF സർക്കാർ പുനരന്വേഷണം നടത്തുമെന്ന് നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. LDF വടക്കൻ മേഖല പ്രക്ഷോഭ ജാഥയ്ക്ക് ചാലക്കുടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്നും കോടിയേരി വ്യക്തമാക്കി. BD ദേവസി MLA അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TA ആയിഷ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ജില്ലാ സമ്മേളനവും നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷനും നടക്കുന്നതിന്റെ ഭാഗമായി പെരിഞ്ചേരി പള്ളിക്ക് സമീപം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. ജില്ലാ സെക്രട്ടറി ബാലസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. അയ്യപ്പ ഭക്തരായ വിദ്യാർത്ഥികളെ ക്ലാസിൽ കയറ്റാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി യുവമോർച്ച പ്രവർത്തകർ മേലൂർ പഞ്ചായത്തിലെ പുലാനിയിലെ നിർമ്മല കോളേജ് ഉപരോധിച്ചു. കോളേജിൽ കറുത്തു മുണ്ടുടുത്തെത്തിയ വിദ്യാർത്ഥികളെയാണ് ക്ലാസിൽ കയറ്റാതിരുന്നത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഹിന്ദു ഐക്യവേദി യുവമോർച്ച പ്രവർത്തകർ കോളേജ് കവാടത്തിൽ കുത്തിയിരിപ്പ് നടത്തുകയായിരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കാൻ വിസമ്മതിക്കുന്നത് ജയിലിനെ ഭയന്നാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. നിയമവാഴ്ചയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നും കോടിയേരി. തൃപ്രയാർ ഏകാദശിക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഈ മാസം 29-നാണ് ഏകാദശി. ജില്ലാ റൂറൽ SP അജിത ബീഗം നാട്ടിക AKG കോളനിയിൽ സന്ദർശനം നടത്തി. കോളനിക്കാരുടെ പരാതികളിൽ ഉടൻ നടപടി സ്വീകരിക്കുവാൻ SP നിർദ്ദേശം നൽകി. താൽക്കാലികമായി നിർത്തിവെച്ച തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള വെള്ളി ശനി ദിവസങ്ങളിൽ പുനരാരംഭിക്കാൻ ധാരണ. ഡെപ്യൂട്ടി ഡയറക്ടറുമായി കായിക അധ്യാപക സംഘടനാ പ്രതിനിധികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.